നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം ഒരു ശസ്ത്രക്രിയ പോലെയാണ്. അത് വേദനിപ്പിക്കുന്നു, പക്ഷേ സുഖപ്പെടുത്തുന്നു. നുണയാണെങ്കിൽ അതൊരു വേദന സംഹാരിയാണ്. തൽക്ഷണം ആശ്വാസമേകുന്നു, പക്ഷേ എന്നേക്കുമായി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു നുണ അനേകം നുണകളിലേക്കുള്ള ഒരു വാതിലാണ്. ജീവിതത്തിൽ നുണകളുടെ താഴിട്ട് സൂക്ഷിക്കുന്നതിനൊന്നും അധികം ആയുസ്സുണ്ടാവില്ല. സംവിധായകൻ വിജി തമ്പി നടത്തിയ ഒരു പ്രസ്താവനയും അതേ തുടർന്നുണ്ടായ വാഗ്വാദങ്ങളും കൂടാതെ ഭാഗ്യകടാക്ഷമുള്ള രണ്ട് നടിമാരെ കുറിച്ചുമാകട്ടെ ഈ എപ്പിസോഡ്. വിജി തമ്പി എന്ന സംവിധായകൻ ഈയിടെ ഒരു ബോംബ് പൊട്ടിച്ചു. മലയാളത്തിലെ ഒരു നടിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ 100 കോടി ഓഫർ ചെയ്തു എന്നതായിരുന്നു അത്. ഒരു കാലത്ത് പ്രശസ്ത സംവിധായകനായിരുന്ന വിജി തമ്പി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷനായതിൽ പിന്നെ സിനിമയേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജാതി മത വർഗ രാഷ്ട്രീയ കാര്യത്തിലാണ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം വിജി തമ്പിയും ഈ നടിയും സിനിമാ മേഖലയിലുള്ളവരായതുകൊണ്ടാണ്. സൂര്യമാനസം, സിംഹവാലൻ മേനോൻ, കോഴി കൂവുന്ന നൂറ്റാണ്ട്, നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ തുടങ്ങിയ അനവധി നല്ല ചിത്രങ്ങളും കുറെ നല്ല ടെലിവിഷൻ സീരിയലുകളും സംവിധാനം ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. കോമഡിയും ലവ് സ്റ്റോറിയും കുടുംബകഥകളും അങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. മലയാള സിനിമയിലെ വളരെ മര്യാദക്കാരനും അച്ചടക്കവുമുള്ള ഒരു സംവിധായകനാണ് വിജി തമ്പി. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ കണക്കിലെടുത്താണ് ജഗന്നാഥ വർമ്മ സാറ് മകളെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. മോഹൻലാലിനെ ഒഴിച്ച് പഴയ നായകന്മാരെ എല്ലാം വെച്ച് അദ്ദേഹം പടം ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഹൻലാലിനെ വെച്ചൊരു പടം തുടങ്ങുവാനായി ലാല് വിജി തമ്പിക്ക് ഡേറ്റും കൊടുത്തിരുന്നു. നല്ല രീതിയിൽ അതിന്റെ പൂജയും നടന്നിരുന്നു. എന്നാൽ സിനിമയിൽ തന്നെയുള്ള മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന എർത്തുകളുടെ അതിശക്തമായ പാരവെപ്പ് മൂലമാണ് ആ പ്രോജക്റ്റ് നടക്കാതെ പോയത്. ഇത് അദ്ദേഹം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കോളേജ് പഠനകാലത്ത് അദ്ദേഹം SFIയുടെ നേതാവായിരുന്നു. എന്നാൽ പിന്നീട് സിനിമാ രംഗത്തേക്ക് എത്തിയപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു. ബാലചന്ദ്ര മേനോന്റെ ശിഷ്യനായിട്ടാണ് സംവിധാന രംഗത്തേക്കുള്ള കടന്നുവരവ്. വിജി തമ്പിയുടെ ആദ്യ ചിത്രമായ ഡേവിഡ് എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ വഴിയൊരുക്കിയതും ബാലചന്ദ്ര മേനോൻ തന്നെയായിരുന്നു. മലയാളത്തിലെ പ്രശസ്തരായ 2 ജോഡി നടീനടന്മാരുടെ പ്രണയം ആരംഭിച്ചതും ശക്തി പ്രാപിച്ചതുമൊക്കെ വിജി തമ്പിയുടെ സിനിമകളുടെ ചിത്രീകരണ വേളയിലാണ്. വിറ്റ്നസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ജയറാം പാർവതി പ്രണയം ഉടലെടുക്കുന്നത്. വിറ്റ്നസ് എന്ന സിനിമയുടെ സംവിധായകൻ വിജി തമ്പി തന്നെയായിരുന്നു ഈ പ്രണയത്തിന്റെയും വിറ്റ്നസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രമായ പിഴക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും പ്രണയം ശക്തി പ്രാപിക്കുന്നത്. ഒരു വർഷത്തിൽ 4 ചിത്രങ്ങൾ വരെ വിജി തമ്പിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സംവിധാന രംഗത്ത് തിരക്ക് കുറഞ്ഞപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുമാറ്റം നടത്തിയത്. രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിലേക്കുള്ള കടന്നുവരവ് യാദൃച്ഛികമായിരുന്നു എന്നും അതിലേക്കുള്ള കാരണം 2018 ശബരിമല ഇഷ്യൂ ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 8 വയസ്സ് മുതൽ മുടങ്ങാതെ ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കടുത്ത ഒരു അയ്യപ്പ ഭക്തനാണ് താൻ. സ്ത്രീകളെ അവിടെ കയറ്റി അശുദ്ധമാക്കിയപ്പോൾ പഴയ SFIക്കാരന്റെ ഉള്ളിലെ BJPക്കാരൻ ഉണർന്നു. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചുറച്ചു. അങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിലേക്ക് എത്തപ്പെട്ടത്. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ മാനസിക പരിവർത്തനം പെട്ടെന്നായിരുന്നു. 8 വയസ്സ് മുതൽ ശബരിമലയിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ച് മല ചവിട്ടിയിരുന്ന ഒരു അയ്യപ്പ ഭക്തൻ പറയുന്നു, വാവര് നട അവിടെ നിന്നും പൊളിച്ചു നീക്കണമെന്ന്. വാവരുമായി അയ്യപ്പന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതി അഭിഭാഷകനായ VR അനൂപ് കേസ് ഫയൽ ചെയ്തു എന്നും കേട്ടിരുന്നു. നൂറ്റാണ്ടുകളായി മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി നിലകൊണ്ടിരുന്ന ഒരു ആചാരമായിരുന്നു വാവര് നടയിൽ തൊഴുത് പോവുക എന്നത്. ഇതായിരുന്നു അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നത്. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ചുള്ള വ്യതിയാനമായിരിക്കും വിജി തമ്പിയുടെ ഇത്തരം തീരുമാനത്തിന് നിദാനമായത്. ഇതൊക്കെയാണെങ്കിലും വാവര് നട ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ശശിധരൻ ആറാട്ടുവഴിയുടെ രചനയിൽ വിജി തമ്പി സംവിധാനം ചെയ്ത ചിത്രമാണ് സിംഹവാലൻ മേനോൻ. ഇന്നായിരുന്നുവെങ്കിൽ സിംഹവാലൻ മേനോൻ എന്ന പേര് ഒരു വിഭാഗം ആൾക്കാരെ ആക്ഷേപിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സെൻസർ ബോർഡ് ആ പേര് തടഞ്ഞേനെ. വിജി തമ്പി പൊട്ടിച്ച ബോംബിൽ ആ നടി ആരാണെന്നുള്ളതിനെ കുറിച്ച് ചില സൂചനകളും നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ കുടുംബമില്ലാതെ കഴിയുന്ന മലയാളത്തിലെ
മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയാണ് അവരെന്ന് ഇങ്ങനെ വ്യക്തമായ സൂചനകൾ നൽകി ചൂണ്ടിക്കാണിക്കുന്നതിലും നല്ലത് ആ പേരങ്ങ് വെളിപ്പെടുത്തുന്നതല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഈ നടിയുടെ പേര് വെളിപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംവിധായകൻ MA നിഷാദ് വിജി തമ്പിക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. MA നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു, മിസ്റ്റർ തമ്പി, ആരാണ് ആ നടി? 100 കോടി ക്ലബിലെത്തിയ ആ നടി ആരാണ്? തമ്പി ഒന്ന് നിന്നേ, അതങ്ങ് പണഞ്ഞിട്ട് പോയാൽ മതി. ചുമ്മാ ഉണ്ടയില്ല വെടിവെച്ചിട്ടങ്ങ് പോയാലോ? തമ്പി പറയില്ല. തമ്പി പറയുന്നത് പച്ചക്കള്ളമാണെന്നുള്ളത് തമ്പിക്കല്ലാതെ മറ്റാർക്കറിയാം. ഓരോരോ അവതാരങ്ങൾ. അവസാനം ഒരു ചൊറിച്ചുമല്ലിലാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഉണ്ണി സാമ്പാറുണ്ടോ എന്ന് ചോദിച്ച പോലെ ആയി എന്നാണ് പറഞ്ഞു നിർത്തിയത്. കുടുംബമില്ലാതെ ജീവിതം നയിക്കുന്നതും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതുമായ നടി മഞ്ജു വാര്യർ എന്ന നിഗമനത്തിൽ അവർക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടിയത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു നടിയല്ല മഞ്ജു വാര്യർ എന്ന് ആദ്യം മനസ്സിലാക്കുക. തന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ ഒരു വിഷമവും കൂടാതെ വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് വെറും കൈയോടെ കുടുംബ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയവരാണ് മഞ്ജു വാര്യർ എന്ന് ഓർക്കുക. മാത്രമല്ല, ഇന്നവർ ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഈ 100 കോടിക്ക് മേൽ നേടിയെടുത്തു എന്നാണ് കേൾക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഞ്ജു വാര്യർ വളരെ വലിയ ഭാഗ്യമുള്ള ഒരു നടിയാണ്. ആ ഭാഗ്യം അവരുടെ കൂടെ ജീവിച്ചവർക്കും ആവോളം ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ പ്രേക്ഷകർക്കെല്ലാം അറിവുള്ളതാണ്. നിങ്ങളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അവർ എന്ന് പടിയിറങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയ ചിലരുടെ സർവനാശവും നമ്മൾ കണ്ടതല്ലേ. മഞ്ജു വാര്യരെ പോലെ തന്നെ ഭാഗ്യമുള്ള ഒരു നടിയാണ് ലിസി. ലിസിയോടൊപ്പമുള്ള ജീവിതം പ്രിയദർശന്റെ സുവർണ കാലഘട്ടമായിരുന്നു. അന്ന് ലിസിയുടെ ഭാഗ്യമാണ് പ്രിയദർശന്റെ എല്ലാവിധ ഉയർച്ചകൾക്കും കാരണമായതെന്ന് പറയാതെ വയ്യ. എന്നാൽ ലിസിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം വൻ പരാജയത്തിലേക്ക് പ്രിയൻ മൂക്കുകുത്തുകയാണ് ഉണ്ടായത്. ഹിന്ദിയിലാകട്ടെ പ്രിയന്റെ 8-9 ചിത്രങ്ങളാണ് പരാജയം ഏറ്റുവാങ്ങിയത്. മലയാളത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ പോലുള്ള വമ്പൻ ചിത്രങ്ങൾ പോലും തകർന്നടിഞ്ഞു. എന്നാൽ വീണ്ടും പ്രിയനും ലിസിയുമായി കൂടുതൽ അടുക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, പ്രിയന്റെ ജീവിതത്തിലും കരിയറിലും വീണ്ടും ഉയർച്ചകൾ ഓരോന്നായി കടന്നു വരാനും തുടങ്ങി. ഇപ്പോൾ പ്രിയൻ സംവിധാനം ചെയ്ത അക്ഷയ് കുമാർ നായകനായ ഭൂത് ബംഗ്ലാവ് എന്ന ഹിന്ദി ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിട്ടപ്പോൾ ചിത്രം 300 കോടി കളക്ഷൻ നേടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. റിലീസ് കഴിഞ്ഞതിന് ശേഷം ഞാനും പ്രിയനും തമ്മിൽ കുറെ സമയം ചെലവഴിച്ചിരുന്നു. എന്നോടൊപ്പം നിർമ്മാതാവ് ഈരാളി ഏലിയാസും ഉണ്ടായിരുന്നു. എറണാകുളം ക്രൗൺ പ്ലാസയിൽ ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ഒന്നിച്ചു ചെലവഴിച്ചിരുന്നു. പടത്തിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രിയനോട് പറഞ്ഞു, ലിസി ഒപ്പം കൂടിയപ്പോഴുണ്ടായ മാറ്റം കണ്ടില്ലേ? ഭാഗ്യദേവത കൂടെ കൂടിയപ്പോൾ ഭൂത്ത് ബംഗ്ലാവ് സൂപ്പർ ഹിറ്റായില്ലേ എന്ന്. അത് കേട്ടപ്പോൾ ഒരു കള്ളച്ചിരിയോടെ പ്രിയൻ എന്നോട് പറഞ്ഞു, ഈ അഭിപ്രായം പലരും എന്നോട് പറഞ്ഞു അഷ്റഫേ എന്ന്. സന്തോഷ് ശിവനും ഇങ്ങനെ തന്നെ പറയുകയുണ്ടായി. പ്രിയൻ ലിസിയുടെ ഭാഗ്യത്തെക്കുറിച്ച് മറ്റൊരു സംഭവവും എന്നോട് പറഞ്ഞു. ലിസി സിംഗപ്പൂർ പോകുമ്പോൾ കാസിനോയിൽ പോയി ചെറിയ പണം വെച്ച് ഗെയിം കളിക്കാറുണ്ട്. എപ്പോൾ കളിച്ചാലും ലിസിക്ക് ലാഭമാണ് ഉണ്ടാകുക. എന്നാൽ ഇപ്രാവശ്യം സിംഗപ്പൂർ പോയപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിച്ചു. ഫോൺ എടുത്ത ഉടൻ ലിസി എന്നോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ വീണ്ടും അടുക്കേണ്ടതില്ലായിരുന്നു എന്ന്. എനിക്ക് പെട്ടെന്ന് ഷോക്കായി. ഞാൻ ചോദിച്ചു, എന്താണ്, എന്ത് പറ്റിയെന്ന്. ലിസി എന്നോട് പറഞ്ഞു, എന്റെ ലക്കെല്ലാം നിങ്ങൾ കൊണ്ടുപോയി. ഞാൻ ആദ്യമായി ഇവിടെ ഗെയിമിൽ തോറ്റു എന്ന്. അക്ഷയ് കുമാർ ഇപ്പോൾ കുട്ടിക്കാനത്ത് ഷൂട്ടിങ്ങിലാണ്. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് പ്രിയൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. അവിടെ അദ്ദേഹം പ്രിയന് വേണ്ടി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ഞാൻ കുട്ടിക്കാനത്തേക്ക് പോകുമെന്നും പ്രിയൻ എന്നോട് പറഞ്ഞു. ഞാൻ പ്രിയനോട് മോഹൻലാലിന്റെ 100ാമത്തെ ചിത്രത്തെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പ്രിയൻ പറഞ്ഞു, അത് ഡിസംബറിലേ ഉള്ളൂ. അപ്പോഴേ ലാല് 100ലേക്ക് കടക്കുകയുള്ളൂ. അതിനു മുൻപായി ഞാൻ 2 ബിഗ് ബഡ്ജറ്റ് ഹിന്ദി ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. പ്രിയൻ BJP-കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും തീവ്രമായ രാഷ്ട്രീയ നിലപാടൊന്നും വെച്ച് പുലർത്തുന്ന ആളല്ല. മാത്രമല്ല, പണ്ടത്തെ പ്രിയനെ അപേക്ഷിച്ച് സ്വഭാവത്തിൽ പ്രകടമായ നല്ല മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് പോസിറ്റീവായ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് പ്രിയനിൽ നിന്നും കേൾക്കുവാനും അനുഭവിക്കുവാനും ഇടയായത്. ഇത്തരം നല്ലൊരു മാറ്റം വിജി തമ്പിയിലും ഉണ്ടാകട്ടെ. ഇല്ലാത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കരുത്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി പരസ്പര സ്നേഹത്തോടെ നമുക്കൊന്നായി മുന്നോട്ടു പോകാം. വിജി തമ്പിയുടെ നല്ല മനംമാറ്റത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന് നന്മകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.